നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ മനസ്സിലെങ്കിലും ഈ ഒരു റിലേഷനിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. എനർജി പറയുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ഒരു പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ്, അതുപോലെ തന്നെ ചാരിയറ്റ്, 10 ഓഫ് പെന്റാക്കിൾസ്, ഇങ്ങനെ 3 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് വളരെ തീവ്രമായിട്ടുള്ള സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു പങ്കാളിയായിട്ടല്ല, മറിച്ചൊരു അവരുടെ ജീവിതത്തിൻ്റെ ഒരു സോൾമേറ്റ് ആയിട്ട്, അവരുടെ ഒരു ഭാഗമായിട്ടൊക്കെ അവർ കാണുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വിട്ടു പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സെക്കൻഡ് കാർഡ് നഷ്ടം നോക്കുകയാണെങ്കിൽ ഇതൊരു ലക്ഷ്യത്തിലേക്കുള്ളൊരു കുതിപ്പിനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മറികടന്ന് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനായിട്ട് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ എന്തെങ്കിലും പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക് ആവാതെ അത് എത്രത്തോളം സംരക്ഷിക്കാമോ ആ ഒരു രീതിയിലെല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് അവർ എഫോർട്ട് ഇടുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം, നിങ്ങൾ മാത്രമാണ് എഫോർട്ട് ഇടുന്നത് എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവർ ഒരുപാട് എഫോർട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എടുക്കുന്നതായിട്ട് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കാർഡ് വന്നിട്ടുള്ളത് 10 ഓഫ് പെന്റാക്കിൾസ് ആണ്. ഇതെന്ന് പറയുന്നൊരു സമ്പൂർണ്ണതയുടെ ഒരു കാർഡാണ്. അതായത് നിങ്ങളോടൊപ്പം ഉള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഒരു പേഴ്സൺ അതിയായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വെറും ഒരു സ്നേഹത്തിനപ്പുറത്തേക്ക് ആജീവനാന്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ ഇവർക്കുള്ളത്. അങ്ങനെ ഒരു ഗൗരവമായിട്ടുള്ളൊരു തീരുമാനമൊക്കെ എടുത്ത് എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നുള്ളൊരു രീതിയിൽ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയണം എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 കാർഡ്സിലും എടുത്ത് കാണുന്നത് ഒരു രീതിയിലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് തകരുന്നില്ല എന്നും കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇൻ കേസ് എന്തെങ്കിലും രീതിയിലൊരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ വന്നാലും ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ പോലെ വീണ്ടും ഇത് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു റിലേഷനായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് കമൻറ്റിൽ ടുഗദർ എന്ന് കമൻറ്റ് ചെയ്യുക.